കളങ്കാവൽ ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്ത കളങ്കാവൽ എന്ന സിനിമയുടെ റിലീസ് ആയിരുന്നല്ലോ ഇന്ന്. കളങ്കാവൽ എന്ന സിനിമയുടെ ആൾക്കാരുടെ പ്രതികരണം എങ്ങനെയാണ്, അതേപോലെ തന്നെ സിനിമയുടെ മമ്മൂട്ടിയുടെ വില്ലനിസം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്നൊക്കെയാണ് ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. അപ്പോൾ എന്തായാലും ഒരു ചെറിയൊരു റിവ്യൂ കൂടെയാണ്, അപ്പോൾ എന്തായാലും കാണുക. അപ്പോൾ ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്ത കളങ്കാവൽ എന്ന സിനിമയിൽ പ്രശ്നമായി തോന്നിയത് കാസ്റ്റിങ്ങിന്റെ പ്രശ്നമാണ്. അതായത് മമ്മൂട്ടി ഒരു ആൾക്കാരെയൊക്കെ കൊല്ലുമ്പം നമുക്കൊരു എനർജി ഫീൽ ചെയ്യുന്നില്ല. അതായത് അത് പ്രായത്തിന്റെ വ്യത്യാസമാണ്. ഇപ്പൊ മമ്മൂട്ടി മാത്രമല്ല, വിനായകനും ഒരു എനർജി ഫീൽ ചെയ്യുന്നില്ല. അത് ഇവരുടെ ഒരു ഏജിന്റെ വ്യത്യാസം കൊണ്ടൊക്കെയാണ്. അത് കാസ്റ്റിംഗ് വളരെ മോശമായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. കാസ്റ്റിംഗ് ഇവർക്ക് ഇതാക്കിയിട്ടില്ല. പക്ഷെ കഥയൊക്കെ നല്ല രീതിയിൽ തന്നെയാണ് പോയത്. അതുപോലെ തന്നെ പക്ഷെ ഒരു മമ്മൂട്ടിയുടെയും വിനായകന്റെ അടുത്തുനിന്ന് ഒരു എനർജി കിട്ടിയില്ല. വില്ലനിസം കാണിക്കുമ്പം, അതായത് ആളുകളെ കൊല്ലുമ്പോൾ ഉള്ള ഒരു എനർജി ഇല്ല. അതേപോലെ തന്നെ പോലീസായിട്ട് അന്വേഷിക്കുമ്പോൾ ഉള്ള എനർജി ഇല്ല വിനായകന്. അതാണ് ഈ ഒരു കാസ്റ്റിങ്ങിന്റെ പ്രശ്നവും ഏജിന്റെ പ്രശ്നവും ഒക്കെ ഉണ്ട്. അപ്പം കളങ്കാവൽ എന്ന സിനിമയുടെ സ്റ്റോറി ഒക്കെ മികച്ചത് തന്നെയാണ്. പക്ഷെ കാസ്റ്റിങ്ങിന്റെ വലിയ പ്രശ്നമുണ്ട്. പിന്നെ മമ്മൂട്ടി ഒരു ഇന്റർവ്യൂവിൽ പറയുന്നത് പോലെ തന്നെ ഒരു സിനിമ ഈ ലോകത്ത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ ഇറങ്ങിയിട്ടില്ല, ഇനി ഇറങ്ങുകയുമില്ല. അപ്പോൾ അങ്ങനെ എനിക്ക് ഈ സിനിമ ഒരു ആവറേജ് ആയിട്ടാണ് തോന്നിയത്. കളങ്കാവൽ എന്ന സിനിമ ആവറേജ്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പം ഇഷ്ടപ്പെട്ടവരുണ്ടാവും, നിങ്ങൾക്ക് ചിലപ്പം ഫുള്ള് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടവരുണ്ടാവും. പക്ഷെ എനിക്ക് ഇത് ആവറേജ് ആയിട്ടാണ് തോന്നിയത്. കാരണം ഇവരുടെ ഒരു കാസ്റ്റിങ്ങിന്റെ പ്രശ്നവും അതാണ് ഏറ്റവും വലിയ കളങ്കാവൽ എന്ന സിനിമയുടെ പ്രോബ്ലം ആയി തോന്നിയത്. അപ്പോൾ കാസ്റ്റിംഗ് ഒന്ന് കുറച്ചും കൂടെ മെച്ചപ്പെടുത്തിയെങ്കിൽ സിനിമയ്ക്ക് ചിലപ്പം നല്ല രീതിയിൽ ഒരു പോസിറ്റീവ് ലഭിക്കാൻ കഴിഞ്ഞേനെ. സിനിമയ്ക്ക് മിക്കവാറും ചിലപ്പം പോസിറ്റീവ് തന്നെ ആയിരിക്കും ലഭിക്കുക. പക്ഷെ എനിക്ക് ഒരു ആവറേജ് ആയിട്ടാണ് തോന്നിയത്. അപ്പോൾ എന്തായാലും കളങ്കാവൽ എന്ന സിനിമയുടെ എൻ്റെ അഭിപ്രായം ഒരു ആവറേജ് ആണ്. അപ്പോൾ നിങ്ങൾ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. അപ്പോൾ എന്തായാലും സിനിമ കുറച്ചും കൂടെ മെച്ചപ്പെടുത്താൻ